തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ശുചീകരണ തൊഴിലാളികൾ ഈ തൊഴിലാളികളുടെ സമരം തുടരുകയാണ്. ഏതാണ്ട് 45 ദിവസം പിന്നിടുന്നു. ഇതിനിടയിൽ പലകുറി ആത്മഹത്യാ ഭീഷണി ഉണ്ടായി. ഇന്നും കവാടത്തിന് മുകളിൽ കയറിയാണ് ഈ തൊഴിലാളികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. നമുക്കൊപ്പം ചേരുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബുവാണ്. ഗായത്രി, ഇത് പ്രശ്നം നീണ്ടു പോവുകയാണ്. നഗരസഭ കാര്യമായി ഇടപെടുന്നില്ല എന്ന പരാതികൾ പല സ്ഥലത്തു നിന്നും വരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഗുരുതരമായ ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നു. അവരെ ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന്. എന്താണ് ഇതിൻ്റെയൊക്കെ വസ്തുത? നമ്മൾ ഗൗരവമായി കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ എല്ലാ ചർച്ചാ കേന്ദ്രങ്ങളിലും നമ്മൾ നേരിട്ട് തന്നെയൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ മുമ്പിലായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്. അതിൽ കോർപ്പറേഷൻ സെക്രട്ടറിയും ഹെൽത്ത് ചെയർപേഴ്സണലെയും ഞാനുമാണ് പങ്കെടുത്തത്. അപ്പോൾ അതിനോടുള്ള നമ്മുടെ സമീപനം അതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇതിൻ്റെ നേതാക്കളെന്ന് അവകാശപ്പെടുന്ന തൊഴിലാളികളുടെ നേതാക്കളെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് വന്നിട്ടുള്ളത്. നമ്മൾ കാണേണ്ടുന്നത് നഗരസഭയ്ക്കും സർക്കാരിനും ഒരു നയമുണ്ട്. അത് ഓരോ ടീമിനായി മാറ്റിയല്ലല്ലോ നയം. ആകെ സംസ്ഥാനത്തിനാകെയും ഒരു നയം. അത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ നയമാണ്. അതിൽ ജൈവമാലിന്യമാണ് ഇപ്പോഴത്തെ തർക്ക വിഷയം. ജൈവമാലിന്യം എന്ന് പറയുന്നത് എത്ര നമ്മൾ പറഞ്ഞാലും അത് നാറുന്ന ഒരു മാലിന്യമാണ്. അത്തരം മാലിന്യം മനുഷ്യരല്ലല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. അത് ഇപ്പോൾ സമരത്തിന് വന്നിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അതിൽ. അവരെ കൊണ്ട് ഈ മാലിന്യം എടുപ്പിക്കുക എന്നത് എങ്ങനെ നഗരസഭ അംഗീകരിക്കും? അത് നമ്മൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കേണ്ടുന്ന സംഗതിയല്ലേ. ഇപ്പം നമ്മൾ കാണേണ്ടുന്നത് ചരിത്രപരമായ ആളുകൾ ചെയ്യേണ്ടതായി ഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില ജോലികളുണ്ട്, തോട്ടിപ്പണി അടക്കം. അതൊക്കെ അവസാനിപ്പിച്ചൊരു നാടാണ് നമ്മുടേത്. മനുഷ്യരങ്ങനെ ആ നിലവാരത്തിലല്ല ഉണ്ടാകേണ്ടത് എന്നുള്ളത് കൊണ്ട്. അപ്പം മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നമ്മൾ എല്ലാ ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരുകൾ. അപ്പോൾ ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നത് ഈ തൊഴിലാളികളെ നമുക്ക് ഹരിതകർമ്മസേനയുടെ ഭാഗമാക്കാം. നമ്മൾ നോക്കണം, നഗരസഭയിൽ 100 വാർഡുകളുണ്ട്. 100 വാർഡുകൾ കേന്ദ്രീകരിച്ച് 1162 ഹരിതകർമ്മസേനയുണ്ട്. അതിൽ 25,000 മുതൽ 88,000 രൂപ വരെ വരുമാനമുള്ള ഹരിതകർമ്മസേന അംഗങ്ങളുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് ഈ തൊഴിലാളികളെ മുഴുവൻ അബ്സോർബ് ചെയ്യാൻ നഗരസഭയ്ക്ക് കഴിയുമെന്നുള്ളതാണ്. 300-ലധികം തൊഴിലാളികളുണ്ടെന്ന് അവർ പറയുന്നു. മുഴുവൻ വരെ എടുക്കാൻ നഗരസഭ തയ്യാറാണ്. മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാവും, മെച്ചപ്പെട്ട തൊഴിലുണ്ടാവും, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവും, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവും. അതൊക്കെയല്ലേ നമ്മൾ തൊഴിലാളികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മൾ കൈ ഒഴിയുകയല്ലോ. അതിനകത്തൊരു സംശയം, അതായത് ഈ 25,000 രൂപ മുതൽ 85,000 രൂപ വരെ എന്ന് പറയുന്നത് ഒരു ഹരിതകർമ്മ സേന ആ ടീമിനാണോ കിട്ടുന്നത്, വ്യക്തിക്കാണോ കിട്ടുന്നത്? ഒരു അംഗത്തിന് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു ടീമിന് ഒരു മാസം 4 ലക്ഷം 4.5 ലക്ഷമാണ് വരുമാനം ഉണ്ടാവുക. അപ്പോൾ ഒരു വാർഡിൽ 10 മുതൽ 15 ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ സാധ്യത അനുസരിച്ച് ശരാശരി കിട്ടുന്ന വരുമാനമാണ് 25,000 30,000 രൂപയൊക്കെ. 88,000 രൂപ കഴിഞ്ഞ മാസം വരുമാനം കിട്ടിയ ഒരംഗം ഈ നമ്മുടെ നഗരസഭാ പരിധിയിലുണ്ട്. തമ്പാനൂർ വാർഡിൽ പരിശോധിച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ 15 പേരെന്തോആണ്, 15-16 അവരെല്ലാവരും 50,000-ൽ മുകളിൽ വരുമാനം കിട്ടിയ ആളുകളാണ്. ഓരോ ആൾക്കും കിട്ടുന്നുണ്ട്. നമുക്കത് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ അജൈവ മാലിന്യ ശേഖരണം മാത്രം നടത്തിക്കൊണ്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ കൈമാറുന്ന മാലിന്യം എന്ന് തന്നെ വിളിക്കാൻ കഴിയില്ലെന്ന്. ഇങ്ങനെ വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ റിസോഴ്സ് എന്ന് വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വിഭവമാണ്. അത് അത് കൈകാര്യം ചെയ്യുന്ന നഗരസഭയുടെ സംവിധാനമായ ഹരിതകർമ്മസേനയിലെ ഒരു അംഗത്തിന് കിട്ടുന്ന വരുമാനമാണ് ഞാൻ പറയുന്നത്. 30 ഇതിനേക്കാൾ കൂടുതൽ വരുമാനം ഇപ്പോൾ സ്വതന്ത്രമായി ചെയ്യുമ്പോൾ കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇവരിപ്പോൾ ഹരിതകർമ്മസേനയുടെ ഭാഗമാകാത്തത്. ചിലപ്പോൾ ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ തൊഴിലാളികൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ നേതാക്കളായി നിൽക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നേതാക്കൾ എന്ന് പറയുന്നത് CA2 ആയിട്ട് ബന്ധമുള്ള അങ്ങനെയാണോ ഇപ്പോൾ? കാരണം അവർ പറയുന്നത് പാർട്ടിക്കാരാണ്, ഞങ്ങളെല്ലാവരും പാർട്ടിക്കാരാണ്, ഇവിടെ ഈ നഗരസഭയിൽ ഇടത് ഭരണം കൊണ്ടുവരാൻ ഞങ്ങൾ കൂടെ അധ്വാനിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ മുകളിൽ നിൽക്കുന്ന നേതാക്കൾ എന്ന് പറയുന്നത് അങ്ങനെ പാർട്ടിയുമായി ബന്ധമുള്ളവരാണെന്ന് കരുതുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം പാർട്ടി നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരമൊന്നുമല്ല ഇത്. അവർ പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായൊക്കെ പറയുന്നതാവും. അല്ലാതെ ഇടതുപക്ഷക്കാരാണ് എങ്കിൽ അവർ ചിന്തിക്കേണ്ടത് ആദ്യം എന്താ, തൊഴിലാളികൾ എന്ന് പറയുന്നത് മെച്ചപ്പെട്ട ജോലി സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ട ആളുകളാണ്, ഈ തൊഴിൽ ചെയ്യേണ്ടവരല്ല എന്നതാണല്ലോ ഏതൊരു ഇടതുപക്ഷക്കാരനും ഏതൊരു മനുഷ്യസ്നേഹിയും ആദ്യം ആലോചിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ അവരിതാണ് ചിന്തിക്കേണ്ടത്. അതെല്ലാം ഇരിക്കട്ടെ, എന്താണെങ്കിലും അവർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഒന്നാമതായി
നമ്മൾ കാണേണ്ടുന്നത് തൊഴിലാളികളെ അവരുടെ ജീവിതമാർഗം അവസാനിപ്പിക്കാൻ വേണ്ടി നഗരസഭ എന്തോ ചെയ്യുന്നു എന്ന് കാണേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ തന്നെ ഈ അടുത്ത് ഹൈക്കോടതി എന്താ പറഞ്ഞിട്ടുള്ളത്? അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങൾ കണ്ടുകിട്ടണം, കൺഫിസ്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതൊക്കെ അനുസരിച്ചല്ലേ നമുക്ക് ഒരു ഭരണ സംവിധാനം എന്ന നിലയിൽ ആ നിയമപരിധിക്കുള്ളിൽ നിന്നല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അവർ ഈ പാർട്ടി ബന്ധം പറയുമ്പോൾ, അല്ലെങ്കിൽ CITU ആയിട്ട് അഫിലിയേറ്റഡ് ആണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ CITU നേതൃത്വം അറിഞ്ഞാണ് ഈ സമരം എന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ ആ നേതൃത്വം കൂടി ഇടപെടേണ്ടതല്ലേ എന്ന് ഇവർ പറയുന്നതല്ലേ? ഇവർ CITUവിൻ്റെ ഭാഗമാണെങ്കിൽ CITU ഇടപെട്ടേനെ. പക്ഷേ ആളുകൾ ആർക്ക് എന്താ പറയാൻ കഴിയാത്തത്? ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ആരോപണം പോലെ തന്നെ എന്തും പറഞ്ഞാൽ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ പേരൻറ്റിങ് ഒരു ഓർഗനൈസേഷൻ എങ്ങനെ എടുക്കും? CPIM പോലെ CITU പോലെ പൊതുജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയുള്ള ഒരു ഓർഗനൈസേഷൻ എങ്ങനെ അത് ഞങ്ങളതിൽ ഇടപെടാം, ഞങ്ങളതിൻ്റെ നേതൃത്വം വഹിക്കുന്നതെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ എന്തും ആർക്കും പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും പ്രധാനപ്പെട്ട നാട്ടിലെ സംഘടനകൾക്ക് എടുക്കാൻ കഴിയില്ല. ജാതീയമായി അധിക്ഷേപിച്ചു എന്നുള്ള ആരോപണത്തിൽ എന്താണ്? അത് കേൾക്കുന്നവർക്ക് തന്നെ അറിയാം. ഒന്നാമത് അത് അങ്ങനെ അധിക്ഷേപം ഉണ്ടായി എന്ന് പറയുന്നത് ഒരു പൊതു മീറ്റിംഗാണ്. ഒരു ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം പങ്കെടുത്ത ഒരു മീറ്റിംഗാണ്. അതിൽ അവർ രണ്ടുപേരും മാത്രമല്ല, പുറമേ ഒരുപാട് ആളുകൾ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പങ്കെടുത്തു, ഈ നേതാക്കളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകാൻ? സാധാരണയായി അങ്ങനെയൊക്കെ പറയാൻ ശീലിച്ചിട്ടുള്ള ആളുകൾ പോലും പറയാത്ത ഒരു അന്തരീക്ഷമാണ് അത്തരം മീറ്റിങ്ങുകൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് തള്ളിക്കളയല്ലേ ഉള്ളൂ. വ്യക്തിപരമായി ഗായത്രിയുടെ ജീവിതം പരിശോധിച്ചാലും വിവാഹം കഴിച്ചത് പോലും അല്ലേ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു അങ്ങനെ ജാതിയൊന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ജാതിയോ മതമൊന്നും കൊണ്ടു നടക്കുന്ന ആളല്ലെന്നാണ്. കേരളത്തിൽ അങ്ങനെയൊന്നും ഉള്ളതായി ഞാൻ കരുതുന്നില്ല. ആളുകൾ ഒരുപാട് മാറിയില്ലേ, കേരളത്തിലെ സമൂഹം ഒരുപാട് മാറി. അങ്ങനൊന്നും ആളുകളുടെ മനസ്സിൽ ജാതിബോധവും ഉണ്ടാവും, മതബോധവും ഒക്കെ ഉണ്ടാവും. അതിന്നൊക്കെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നില്ല. ചെറുപ്പക്കാരെയൊക്കെ പരിശോധിച്ചാൽ ഞാൻ ആ പ്രായത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. പക്ഷേ എല്ലാമാണെങ്കിലും ഇവരുടെ തൊഴിൽ അത് ഉറപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് തന്നെയാണ് ഗായത്രി പറയുന്നത്. തീർച്ചയായും ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. ഞാൻ എന്ന് പറയുമ്പോൾ ഈ പദവിയിലിരുന്നു കൊണ്ട് നഗരസഭയാകെയും നമ്മൾ ക്ഷണിക്കുകയാണ്. ദയവായി അഭ്യർത്ഥിക്കുന്നു, ഹരിതകർമ്മസേനയുടെ ഭാഗമാകണം. സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരണം. ആരെയും നഗരസഭ കൈയൊഴിയില്ല. മാത്രമല്ല ജോയിയുടെ അനുഭവം കൂടെ ഉണ്ടല്ലേ, അപകടത്തിൽ മരിച്ചു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന് വെക്കാൻ ഇവരിപ്പോൾ ഇവരുടെ വാഹനങ്ങൾ വിട്ടുകൊടുക്കണം, അത് അകാരണമായി പിടിച്ചതാണ് എന്നൊക്കെ ഉള്ള ഒരു വാദം ഇവർ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ടുന്നത് ഈ തൊഴിലാളി കൂടി അന്ന് മരിച്ചതും തൊഴിലാളിയാണല്ലോ. അദ്ദേഹം മരിച്ച സാഹചര്യത്തിലല്ലേ നമ്മൾ ഇങ്ങനെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കിയത്. അപ്പോൾ ആമഴഞ്ചാൻ തോട്ടിൽ ഇവർ തട്ടുന്നു, ഇവർ നേരിട്ട് കൊണ്ട് തട്ടുന്നു എന്നല്ല പറയുന്നത്. പക്ഷേ ഇവർക്ക് എന്തെങ്കിലും സംസ്കരണ സംവിധാനം ഉണ്ടോ? ജൈവമാലിന്യം ശേഖരിച്ചാൽ നഗരസഭയ്ക്കേ ഇല്ല. നഗരസഭയ്ക്ക് അങ്ങനെ ഒരു കേന്ദ്രീകൃത സംസ്കരണ പ്ലാന്റ് ഇല്ല. ഇവരിത് ആർക്കാ കൊടുക്കുക? ഇത് ശേഖരിച്ചിട്ട് റോഡിലോ തോട്ടിലോ തട്ടുക എന്നല്ലാതെ എന്തൊരു സംവിധാനമാണ് ഇവർക്കുള്ളത്? ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ശേഖരിക്കരുത്, ശേഖരിച്ചാൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ സംവിധാനമില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ അങ്ങനെ ശേഖരിക്കുന്നവരുടെ വാഹനങ്ങളടക്കം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ജോയിയുടെ മരണത്തിൻ്റെ സാഹചര്യത്തിലെങ്കിലും ആളുകൾ മുഴുവൻ തിരിച്ചറിയണം. ഈ അക്കാര്യത്തിൽ അവർ പറയുന്നൊരു വിശദീകരണം, നഗരസഭ തന്നെ ലൈസൻസ് കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, അവർക്കാണ്, ആ സ്വകാര്യ ഏജൻസികൾക്കാണ് ഇവർ ശേഖരിക്കുന്ന മാലിന്യം കൈമാറുന്നതെന്നാണ് അവർ പറയുന്നത്. അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണം. ശരിക്കും ഇവർ പറയുന്ന ഒരു 29-30 ഏജൻസികളെ നഗരസഭ ഇതിനു വേണ്ടി നിയമിച്ചിട്ട് അങ്ങനെയല്ല. അത് പന്നി ഫാമുകളാണ്. പന്നി ഫാമുകൾ എന്ന് പറയുമ്പോൾ വിവിധ പ്രദേശത്തുള്ള ആളുകൾ, അവർക്ക് വ്യക്തിപരമായി പന്നി ഫാമുകൾ നടത്തുന്ന ആളുകളാണ്. അവരെ കുറച്ച് പേരെ നഗരസഭ അംഗീകരിച്ചിട്ടുണ്ട്. എന്തിനാണത്? അത് ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. അതായത് വലിയ വോള്യൂമിൽ ജൈവമാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ഗാർഹികാടിസ്ഥാനത്തിൽ നമ്മുടെ കണക്ക് പ്രകാരം ഒരു ദിവസം പരമാവധി 1.5 കിലോ മുതൽ തീരദേശങ്ങളിലാണെങ്കിൽ 2 കിലോ വരെ ജൈവമാലിന്യമേ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ അവിടെ അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് പെട്ടെന്ന് സാധ്യമായിരിക്കില്ല. അങ്ങനെ ഒരു സംവിധാനം വരുന്നത് വരെ താൽക്കാലികമായി നമ്മൾ ചുമതലപ്പെടുത്തിയതാണ് അത്തരം സ്ഥാപനങ്ങൾ, കൊമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ, ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്നിവരിൽ നിന്ന് മാത്രം ജൈവമാലിന്യം ശേഖരിക്കാൻ വേണ്ടി പന്നി ഫാമുകളെ നിയോഗിക്കുന്നു. ഇതാണ് നഗരസഭ ചെയ്തിട്ടുള്ളത്. ആ പന്നി ഫാമുകളെ അടക്കം നമ്മൾ അവരുടെ രേഖകൾ പരിശോധിച്ചൊക്കെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ആ പന്നി ഫാമുകൾക്ക് വീട്ടിൽ നിന്നുള്ള മാലിന്യം ശേഖരിച്ച് ഇവർ കൈമാറുന്നു, അത് നഗരസഭ അംഗീകരിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ പന്നി ഫാമുകളെ ഗാർഹിക മാലിന്യം കൈകാര്യം ചെയ്യാൻ അംഗീകരിച്ചിട്ടേ ഇല്ല.
അവരെ വിളിച്ച് ഇവർ ഈ മാലിന്യം ശേഖരിച്ച് അവരുടെ കൊടുക്കുക, അവർക്കും കുറച്ച് പൈസ കൊടുക്കുക. അതൊക്കെ അനധികൃതമായ സംവിധാനമല്ലേ? അപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളെ നഗരസഭയുടെ ഭാഗമാക്കിക്കൊണ്ട് അജൈവ മാലിന്യം ശേഖരിക്കുന്നവരായി തൊഴിലാളികളെ മാറ്റുകയും ജൈവ മാലിന്യം ഉറവിടത്തിൽ ഗാർഹികാടിസ്ഥാനത്തിൽ സംസ്കരിക്കാനുള്ള ശ്രമവുമാണ് സർക്കാരും നഗരസഭയും നടത്തുന്നത്. നഗരസഭ നൽകുന്ന ഉറപ്പ് മാന്യമായ ശമ്പളം, അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ സുരക്ഷിതത്വം, ഈ ഒരു ധാരണയിലേക്ക് തൊഴിലാളികളും എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.